സിനിമാ പ്രാന്തും കൈ നിറയെ ടാലൻറ്റും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ? അങ്ങനെ കുറച്ച് കൂട്ടുകാർ എനിക്കുണ്ട് കേട്ടോ. അതായത് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഫാമിലി പോലെ ഉള്ള കുറച്ച് പേര്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത റീസെൻ്റ് ഒരു വർക്കാണ് ഈ വീഡിയോ. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ ചെന്ന് കാണണം. അതിന് ചെറിയ ചെറിയ ബിറ്റ്സ് മാത്രമേ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ BTS ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇത് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി നല്ല അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ പെർഫോമൻസിനെക്കാട്ടിലും ഉപരി ഇതിൻ്റെ മേക്കിങ്ങിനായിരുന്നു കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത്. സീക്രഡ് എന്നാണ് കേട്ടോ ഞങ്ങളുടെ വർക്കിൻ്റെ പേര്. നമ്മളൊരു വുമൺ റേപ്പ് ചെയ്യപ്പെടുന്നത് വെച്ചിട്ടാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ് പോകുന്നത്. 2 ലവേഴ്സ് ഒരു സ്ഥലം കാണാൻ പോകുന്നതും അവിടെ വെച്ച് ആ പെൺകുട്ടി റേപ്പിന് ഇരയാവുന്നതും അതിന് റിവെഞ്ചായിട്ട് ആ ബോയ് എടുക്കുന്ന ഒരു സ്റ്റെപ്പ്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു തീം. ഈ ഹരി വിളിക്ക് എനിക്ക് കുറച്ച് അപ്രീസിയേഷൻ കിട്ടിയിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. കാരണം ഭയങ്കര സ്ലോ മോഡ് റൊമാൻറ്റിക് ആയിട്ട് വന്ന സാധനം പെട്ടെന്നൊരു വയലൻസിലേക്ക് പോകുന്ന ഒരു ഗ്രാഫായിരുന്നു. ഇങ്ങനൊരു കോൺട്രവേഴ്സ്യൽ തീം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെ ഷൂട്ട് ചെയ്യും, ഇത് എങ്ങനെ കാണിക്കും, എസ്പെഷ്യലി റേപ്പാണ്. അതുപോലെ കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും ഒക്കെ വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് കാണുമ്പോൾ അത്രയധികം വൾഗറായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യരുത്, എന്നാൽ കുറച്ച് ടച്ചിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു റിവെഞ്ചും നമുക്ക് ഫീൽ ചെയ്യണം എന്നൊക്കെ നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കത്തി കുത്തുന്ന സീനൊന്നും VFX ഒന്നും അല്ല കേട്ടോ, നമ്മൾ തന്നെ ഇത് എടുത്തതാണ്. അതിനും അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബിലാലിനും ഹരിക്കും കിഷോറിനും ഒക്കെ. ഇതൊക്കെ അതായത് ഇപ്പോൾ ഈ കാണുന്ന സീനൊന്നും VFX അല്ല, റിയലി നമ്മൾ ഷൂട്ട് ചെയ്തത്. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദിസ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സീൻ. ഇനി BTS കാണാം. ഞങ്ങളെല്ലാവരും കൊല്ലം ആലപ്പുഴയുടെ ബോർഡർ ഓച്ചിറക്കാരാണ് കേട്ടോ. ഞങ്ങൾ ഷൂട്ട് ചെയ്തതും ഓച്ചിറ അല്ലെങ്കിൽ അഴീക്കൽ എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അഴീക്കൽ ബീച്ച് അത്യാവശ്യം ഫേമസ് ആണ്, കേരളത്തിലെ ബോസ്ട്രിങ് പാലമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ അഴീക്കൽ തന്നെ കുറച്ചൊരു ഉള്ളേരിയയിൽ ഒരു അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നോർമലി ഷൂട്ട് ചെയ്യാറ്. ആർക്കും അറിയാത്ത സ്ഥലമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ വഴി അത്യാവശ്യം ആ സ്ഥലം ഫേമസ് ആയിപ്പോയി. അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്നു, കാരണം ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു അത് സ്ഥലം കാണാനും ഒക്കെ. അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒരു ലാഗൊക്കെ വന്നു. നമ്മളൊരു ഫാമിലിയാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ വരാറ്. ഞാൻ മാത്രം ഒരു സിംഗിൾ ഗേളായിട്ടാണ് ഉള്ളൂ സംഭവം. പക്ഷെ നമുക്കൊരു ഫോർ ദ സേഫ്റ്റി നമ്മൾ ബാക്കിയുള്ളവരുടെ പാർട്ട്നേഴ്സിനെയും കൂടി വിളിക്കാറുണ്ട് ഷൂട്ട് ചെയ്യുമ്പം, എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് ആസ് എ ഗേൾ എന്ന് പറഞ്ഞ്. അങ്ങനെ ശ്യാമിൻ്റെ വൈഫ് അബി, കിഷോറിൻ്റെ വൈഫ് ആവണി, വിഷ്ണുവിൻ്റെ വൈഫ് ശരണി, ഇവരൊക്കെ എനിക്ക് മെൻ്റൽ സപ്പോർട്ടിന് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബ്ലഡ് സ്റ്റാർ ഹരി, കംപ്ലീറ്റ് ആക്ടർ. ഞാൻ ഇപ്പം തൽക്കാലം റേപ്പ് സ്റ്റാർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഓരോരുത്തർക്കും ഇതുപോലെയുള്ള വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ഡയറക്ടർ നന്ദു ആർ സുരേഷ്. വർക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഷൂട്ട് ചെയ്ത്, കുറച്ച് ഡാർക്ക് ആണല്ലോ, ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആണല്ലോ, മൈൻഡ് പോയി മൂഡ് പോയി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ സെറ്റിൽ ഭയങ്കര ചില്ലാണ്, കൂളാണ്. അതിൽ ഏറ്റവും തമാശ കളിക്കുന്നത് ഈ ഡയറക്ടർ നന്ദു ആർ സുരേഷും അതുപോലെ തന്നെ ആ നിൽക്കുന്ന വില്ലന്മാരിൽ മെയിൻ വില്ലൻ കിഷോർ രവിയൊക്കെ തന്നെയാണ്. ഞാനും തിരക്കേടില്ല, പക്ഷേ കുറച്ചെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ കംപ്ലീറ്റ് ആക്ടർ ഹരി, അതുപോലെ തന്നെ വിഷ്ണുണനൊക്കെയാണ് കേട്ടോ. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കറക്റ്റ് സ്ക്രിപ്റ്റൊക്കെ എഴുതി അങ്ങനെയൊന്നും അല്ല കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡയറക്ടർ സാറിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്, മൈൻഡിലിട്ട് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടാണ് സാറ് നെക്സ്റ്റ് അതെടുക്കാം ഇതെടുക്കാം എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിനാണ് ബ്ലഡ് സ്റ്റാർ ഹരി, പെണ്ണിന് പകരം ചോരയെ പ്രണയിച്ചോ എന്ന് പറയും. അവൻ എത്ര ഈ ചോര അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞാലും മടുക്കൂല, അങ്ങനെ ഒരു ഐറ്റമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ പട്ടിഷോ കാണിക്കുന്നതാണ് ഞങ്ങളുടെ മെയിൻ വില്ലൻ, ആവേശം സൂപ്പർ സ്റ്റാർ കിഷോർ രവി, രംഗണ്ണൻ. അപ്പോൾ അവൻ്റെ ചളി എന്തോ കേട്ടിട്ട് ഞാനിരുന്ന് ചിരിക്കുകയാണ്. എല്ലാവരും ജോലിക്കാരായതുകൊണ്ട് നമ്മൾ സൺഡേസിലാണ് ഷൂട്ട് ചെയ്യാറ് പതിവ്. ആൻഡ് ഈ ഒരു വർക്കിനും ഇതുപോലെ 2 സൺഡേ 1 വീക്ക് ഗ്യാപ്പിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. സിങ് സൗണ്ടാണ് ചിലതൊക്കെ, നമ്മൾ കുറച്ച് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താലും കുറേയൊക്കെ നമ്മൾ സിങ് സൗണ്ട് എടുക്കേണ്ടതുള്ളതുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ സൗണ്ടൊക്കെ ഇടയ്ക്ക് കയറി വരുമ്പം കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. നന്ദുവിൻ്റെ മൈൻഡിൽ അപ്പം എന്താണ് അവൻ എടുക്കണം തോന്നുന്നത് അവൻ അപ്പം എടുത്തു പോകുമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. കൂട്ടത്തിൽ ആവണി നമുക്ക് BTS എടുത്തു തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ യങ്ങസ്റ്റ് വൺ ഇൻ ദ ടീം ബിലാലിൻ്റെ കുറച്ച് തള്ളു കേൾക്കാം.
ഞാനിങ്ങനെ ഡയറക്ടറെ പോലും ഇങ്ങനെ പറയും എടുത്തിട്ടേക്കണം കേട്ടോ. പിന്നെന്താ വീട്ടുകാരെ കാണുമ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വില്ലൻ സ്റ്റെഫൻ സുനിൽ. നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ വിചാരിക്കും ഓക്കെ റേപ്പ് ചെയ്യുമ്പം നമ്മൾ താഴെ കിടന്നിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വേണ്ടി ഡെമോ കിടക്കുന്ന ആളാണ് കംപ്ലീറ്റ് ആക്ടർ ഹരി എന്ന്. വെറുതെ അല്ല ഇവനെ വിളിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ. എന്ത് വേണേലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ടാണ് ഞങ്ങളുടെ ബ്ലഡ് സ്റ്റാർ അവിടെ കിടക്കുന്നത്. ഞാനപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടി ഡ്യൂപ്പ് കിടക്കുന്ന ആളുടെ കുറച്ച് ക്ലിപ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. വിഷ്ണു അണ്ണൻ അഭിനയിച്ച് തകർക്കാണ്. കണ്ട ഭയങ്കര ടെറർ ലുക്കുള്ള വില്ലനാണെങ്കിലും വിഷ്ണു അണ്ണൻ വളരെയധികം ലോലഹൃദയനാണ്. ഞാൻ ഫസ്റ്റ് വിഷ്ണു അണ്ണനെ പരിചയപ്പെടുന്നതിനൊക്കെ മുന്നേ വിചാരിച്ചു എൻ്റെ അമ്മ ഇങ്ങനെ വിഷയമാണല്ലോ ഇജാതി വില്ലൻ, ഭയങ്കര ഫാൻസാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നെറ്റിയിലൊക്കെ ചോര കോരിയപ്പോൾ ഒരു പ്രത്യേക ഭംഗി കണ്ടിട്ടാണോ എന്നറിയത്തില്ല. ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സെൽഫി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ ചോര എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാര പാനി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചോരയാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും VFX ആയിരുന്നു എന്ന് ആ വീഡിയോ കണ്ടപ്പോൾ, പക്ഷെ അല്ല. ഇത് നമ്മളുടെ കിഷോർ രവി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് താഴെ കുഴി കുഴിച്ച് ഞങ്ങൾ അവൻ്റെ തല നമ്മൾ താഴെ വെച്ചിട്ട് കുറച്ച് ബീഫും ആർട്ടിഫിഷ്യൽ ഹെയറൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആവണി അവിടെ തകർന്ന് നിൽപ്പുണ്ട്. കാണാൻ തന്നെ കുറച്ച് ഭീകരാവസ്ഥയായിരുന്നു കേട്ടോ. വെള്ളം കുടഞ്ഞേ മുഖം നോക്ക്, കണ്ണൊക്കെ ഇതായി, കൺമഷിയൊക്കെ. ഒരു പബ്ലിക് സ്പേസ് ആയതുകൊണ്ടും കുറേയധികം ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടും നമ്മൾ കുറച്ച് ഡീസൻ്റ് ആയിട്ടാണ് കേട്ടോ ഈ റേപ്പ് സീനൊക്കെ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് കൂടുതൽ വൾഗർ ആവരുത്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് ഇതാവരുത് എന്നൊക്കെ നമുക്ക് കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മളുടെ വർക്ക് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് കാണണം, മേക്കിംഗ് കാണണം. എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.